സൃഷ്ടിയുടെ മകുടമായി സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവന് ചിന്തിക്കാനും പഠിക്കാനും പണിതുയർത്താനും സഞ്ചരിക്കാനുമുള്ള കഴിവ് നൽകി. കാലാന്തരത്തിൽ മനുഷ്യന്റെ ജീവിതം മാറിമറിഞ്ഞു. ചെറിയ സമൂഹങ്ങൾ വളർന്ന് വലിയ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അവർ മലകളും നദികളും സമുദ്രങ്ങളും കടന്നു. രാജ്യാതിർത്തികൾ കടന്ന് പ്രവാസം ആരംഭിച്ചു. ജന്മനാടിന്റെ ചൂടും ചൂരും ഉപേക്ഷിച്ച് ചിലർ മഞ്ഞു പുതച്ച കാനഡയിലും എത്തി. സ്ട്രോങ് ടീ കുടിച്ചവർ ഡബിൾ ശീലമാക്കി. പുട്ടും കടലയും നിറച്ചിരുന്ന വയറുകളിൽ ബർഗറും പിzzയും നിറഞ്ഞു. മുണ്ടും ചപ്പലും മാറി ജാക്കറ്റും ബൂട്ട്സും വന്നു. തൂമ്പ എടുക്കേണ്ട കരങ്ങൾ ഷവലുകൾ എടുത്തു. എന്തിനേറെ പറയണം, സ്വന്തം സൗകര്യത്തിന് ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിരുന്നവരൊക്കെ എമർജൻസി റൂമിൽ മണിക്കൂറുകൾ കാത്തിരിക്കുന്നു. ഭാഷ മാറി, ടൈം സോൺ മാറി, ലൈഫ് സ്റ്റൈൽ മാറി. ഒരു നല്ല ജീവിതം കെട്ടിപ്പടുത്താൻ അവർ നെട്ടോട്ടമോടി. പക്ഷേ നിർണായകമായ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം? ഓക്കെയാണോ? നോക്കിക്കളി 3 o'clock. പിന്നല്ല. പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിരുന്നു. ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കും. ഒരുത്തൻ്റെയും സഹായം എനിക്ക് ആവശ്യമില്ല. റിൻസി, എനിക്ക് കുറച്ച് വെള്ളം എടുത്തേ. കുറേ ആയില്ലേ ഈ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ഓക്കെ, സൺഡേ കാണാം. ശ്രേയ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് റൂം അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കരുതെന്ന്. നീ പോയി ഇച്ചിരി വെള്ളം എടുത്ത് അപ്പയ്ക്ക് കൊടുത്തേ. ഡി, നിന്നോടാ പറഞ്ഞത്. Give me some space, mama. സ്പേസോ? ഓ, എന്നാ സ്പേസിന്റെ കാര്യമാടി നീ പറയുന്നേ? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ ആറ്റിറ്റ്യൂഡ് എൻ്റെ അടുത്ത് കാണിക്കരുതെന്ന്. അപ്പന് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. നല്ല ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ പിള്ളേർക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ. നീ രാവിലെ തന്നെ തുടങ്ങാതെ. ഞാനിവിടെ ചുമ്മാ ഇരിക്കുമെന്നല്ലോ. 4 കാശുണ്ടാക്കാനുള്ള വഴിയല്ലേ ഞാനും നോക്കുന്നേ. ഓ പിന്നെ, കുറെ കാശുണ്ടെങ്കിൽ എല്ലാം ആയെന്നാണോ? Money can solve problems in life, mama. ആ, സമ്മതിച്ചു. നീ ആദ്യം പോയി ഇത്തിരി വെള്ളം എടുത്ത് കൊടുക്ക്. യെസ് സർ. അതങ്ങനെ വരണം. ഏത് നേരവും ആർക്കോ വേണ്ടി യുദ്ധഭൂമിയിൽ കിടന്ന് വെടികൊള്ളുന്നു. ഹെഡ്ഷോട്ട്. എടാ, ഇടയ്ക്കൊക്കെ നീ റിയാലിറ്റിയിലും കൂടി ജീവിക്കാൻ നോക്ക്. മമ്മ ഒന്ന് പോയേ. അമ്മേ. ഓ, ഇനി അവിടെ എന്തുണ്ടായേ? എന്ത് ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് കമ്മേന്നാ. നിങ്ങളെ അല്ല തള്ളേ, ഞാൻ എന്റെ കർത്താവിന്റെ അമ്മേനെ വിളിച്ചതാ. എന്റെ മാതാവേ. അതൊക്കെ ശരി, എന്താ പറ്റിയ നിനക്ക്? എന്റെ കാലൊന്ന് ഇടിച്ചതാ. ആരാ ഇച്ചായ? എന്താ എടുക്കാഞ്ഞേ? നാട്ടിൽ നിന്ന് സണ്ണിയച്ചനാ. അമ്മച്ചിക്ക് എന്തോ വയ്യാന്നോ, കുറച്ച് പണം വേണമെന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു. എൻ്റെ ഇച്ചായ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുക്ക്. അല്ലേലാ സൂസൻ നാട്ടിൽ മൊത്തം പറഞ്ഞോണ്ട് നടക്കും. അത് ശരിയാ, ഞാനത് വേണ്ട വിധത്തിൽ എന്തെങ്കിലും ചെയ്തോളാം. നീ ഇനി ഇതിൽ തൂങ്ങി പിടിക്കാതെ ജോലിക്ക് പോകാൻ നോക്ക്. ഇന്ന് വൈകിട്ട് പള്ളിയിൽ പാരിഷ് ഡേയുടെ എന്തോ പ്രാക്ടീസ് ഉണ്ട്. ഈ 2 കൊണ്ട് അവിടെ ചെന്നൊന്ന് മുഖം കാണിച്ചേക്ക്. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരാൻ വൈകും. റിൻസി പ്ലീസ്, നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പള്ളിയിലെ പരിപാടിക്കൊന്നും പോയി സമയം കളയാനില്ലെന്ന്. ഫോർ മീ ടൈം ഈസ് മണി. നമ്മളെല്ലാ സൺഡേയും കൃത്യമായി കുർബാനയ്ക്ക് പോകാറുണ്ടല്ലോ. അതുപോലെ തന്നെ കൊടുക്കാനുള്ള ക്യാഷ് എല്ലാം കറക്റ്റായി കൊടുക്കുന്നുണ്ട്. അത് തന്നെ ധാരാളം. I agree. ബിസൈഡ്സ് എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇറ്റ്സ് ഫ്രൈഡേ നൈറ്റ് മമ്മി. ഐ എം ഗോയിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾ ഇനി അപ്പനും മക്കളെ എന്താന്ന് വെച്ചാൽ ചെയ്യും. Good morning, Papa. Good morning, Papa. Ryan and Ria, did you do your morning prayers? Yes, Papa. പപ്പ എത്തിയോ? എന്താ ലേറ്റായേ? ഞാൻ ആ ബാൽസൺ സ്ട്രീറ്റ് വഴി ഒന്ന് കറങ്ങി.
അത് നീക്കോടെ വീടിന്റെ സ്ട്രീറ്റ് അല്ലേ? ആരാ നീക്കോ? മൈ ന്യൂ ഫ്രണ്ട്. ഏത് സിംഗിൾ മോമുള്ള ആ ഇറ്റാലിയൻ ചെക്കനല്ലേ? അയ്യോ അത് പപ്പ ആ ആന്റീനെ കണ്ടപ്പോഴേക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞോ? ആ ജസ്റ്റ് ഒരു സാധാ ഗുഡ് മോർണിംഗ്. ഷീ ഈസ് വെരി പ്രിറ്റി അല്ലേ പപ്പ? ഡേയ് ചുമ്മാ തിരിയടേ. മക്കളെ ദേ അമ്മച്ചി വിളിക്കുന്നു, ഒന്ന് ഹായ് പറഞ്ഞേ. ഇന്നലെ നിങ്ങളെ ചോദിച്ചായിരുന്നു. ഹലോ മോനെ, ചോറ് കഴിച്ചോ? ആ ഇപ്പൊ അവിടെ രാവിലെ ആണല്ലോ. അതെ, ഞങ്ങൾ രാവിലെ പോകാൻ റെഡിയാവുകയായിരുന്നു. എന്തുവാ രാവിലെ കഴിക്കാൻ? ആ ബ്രെഡ് ടോസ്റ്റ് ആയിരിക്കും. എന്താ മോനെ, കേട്ടില്ല. ചപ്പാത്തിയും മുട്ടക്കറിയും. ആ പിന്നെ എന്തൊക്കെയാ വിശേഷം? മഞ്ഞൊക്കെ മാറിയോ? ജോർജ് കുട്ടിയാ കാനഡയിൽ മൊത്തം ഐസ് വീണ് കിടക്കുമായിരിക്കും. അവിടെ ഭയങ്കര തണുപ്പാ. ഇപ്പൊ ജൂണല്ലേ അമ്മച്ചി, നല്ല വെതറാണ്. ഓ സമ്മർ ആയല്ലേ? കേട്ടോടാ വർക്കിച്ച, സമ്മർ ആയി കഴിഞ്ഞാ പിന്നെ അവിടുത്തുകാർക്ക് തുണിയൊക്കെ കണക്കാ. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോ കാണായിരുന്നു തുണിയും ഇടാണ്ട് പട്ടിയെ അപ്പിടിക്കാൻ ഓരോരുത്തർ കൊണ്ടുപോകുന്നത്. കൈ പ്ലാസ്റ്റിക് കവറും കൊണ്ടാണ് പോകുന്നത്. പട്ടി അപ്പി ഇട്ട് കഴിഞ്ഞാൽ അപ്പ തന്നെ വാരി കവറിലാക്കി വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ചോദിച്ചാ അതെ. അത് മാത്രമല്ല, അവിടെ ഒന്നും അടുത്തുള്ള വീട്ടുകാരുമായിട്ട് യാതൊരു സഹകരണവും ഇല്ല. 2 വീട് അപ്പുറം ആരാ താമസിക്കുന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. അമ്മച്ചി ജോലിക്ക് പോകാൻ സമയമായി, ഞാൻ പോട്ടെ. ആ പിള്ളേരെ ഒന്ന് കാണിക്കടാ. റിയ അമ്മച്ചിക്ക് സ്തുതി കൊടുക്ക്. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അമ്മച്ചി അയച്ച ബൈബിൾ ടോക്ക് കേൾപ്പിക്കാൻ പപ്പയോട് പറയണേ. എന്തിയടാ അവിടുത്തെ റാണി? ആ എന്തുണ്ടമ്മേ വിശേഷം? നടുവേദനയൊക്കെ കുറവുണ്ടോ? ആ റാണി മോളെ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ. ആ ഞാൻ കേട്ടായിരുന്നു. എടാ മോനെ, എന്നെ ഷേർലി ടീച്ചർ വിളിക്കുന്നേ. എന്നാ ശരി. എന്തിനാ എപ്പോൾ വിളിച്ചാലും എന്താ കഴിക്കാനെന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നേ? ഞാൻ നിങ്ങളെ പട്ടിണിക്കിട്ടേക്കുവാന്നാണോ വിചാരം? എടി നീ അത് വിട്ടുകളാ, പ്രായമായിക്കൊണ്ടിരിക്കുമല്ലേ അമ്മച്ചിക്ക്. പപ്പ യെസ് മൈ പ്രഷ്യസ് ഡാർലിംഗ്. ഈശോയ്ക്ക് മലയാളം അറിയാവോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചേ? എൻ്റെ ഫ്രണ്ട്സ് ഇംഗ്ലീഷിലെല്ലാം പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശോയ്ക്ക് മനസ്സിലാവോ? ഈശോയ്ക്ക് എല്ലാ ലാംഗ്വേജും അറിയാം മോളെ, മലയാളവും ഇംഗ്ലീഷും ഫ്രഞ്ചും. ഇറ്റാലിയൻ? അവൻ്റെ ഒരു ഇറ്റലി. ഇനി ഇറ്റലിയെ പറ്റി ഈ വീട്ടിൽ ആരും മിണ്ടിപ്പോരുത്. നിന്ന് ചെയ്യാതെ വേഗം പോയി കുളിച്ചിട്ട് വാ. ഇന്ന് ലഞ്ചിന് മഷ്റൂം മെഴുക്കുവരട്ടി ആയാലോ? എടി നിനക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കൂൺ അഥവാ മഷ്റൂം മെഴുക്ക് പുരട്ടി. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ശരി. എന്നാ ഏട്ടായേ കുറേയല്ല കണ്ടിട്ട്? എന്നാ ചെയ്യാനടവേ, കുറച്ച് ബിസിയായി പോയി. ബിസി പീപ്പിൾ റൺ ദിസ് വേൾഡ്. കിടിലം വണ്ടിയാണല്ലോ. ഇതിനെത്ര ഏട്ടായി? ആ എല്ലാം കൂടെ ഒരു $70,000 70 ഗുണം 68. എൻ്റെ മാതാവേ, ഇത് 10 ലക്ഷം രൂപയാവൂലോ. നീ ഇപ്പോൾ വന്നിറങ്ങിയല്ലേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വഴിയേ മനസ്സിലായിക്കോളൂ. സ്വന്തം കാര്യം നോക്കി നടന്നാൽ നീയും രക്ഷപ്പെടും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, ഒരുത്തനെയും നമ്പരുത്, ഈ എന്നെ പോലും. ചേട്ടായി ഒരു ചെറ്റയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ആ ഇപ്പൊ വില്ലന്മാർക്കാ കയ്യടി. റോയ് ബായ്, വാട്സാപ്പ്. ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ? എൻ്റെ പേര് ഓസ്റ്റിൻ. ചേട്ടായുടെ പേര്? എൻ്റെ പേര് ജോബി. ജോബി ബായ് എന്നെല്ലാവരും വിളിക്കും. ഓ, ഹിന്ദിക്കാരനായിരുന്നോ? ഈ തണ്ടർവെയിൽ ഞാനറിയാതെ ഒരു അല്ലാനങ്ങില്ല. ആർക്കും എന്ത് പ്രശ്നം വന്നാലും എല്ലാവരും ഓടി എൻ്റെ അടുത്ത് വരും. ഓ, അപ്പോൾ ചേട്ടനാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ? അത് നിനക്കിപ്പോൾ മനസ്സിലായില്ല, വഴിയേ മനസ്സിലായിക്കോളും. ആ റോയ്ജി, വണ്ടി കിട്ടിയല്ലേ? ഇന്നലെ കിട്ടി. ടോപ്പ് ട്രിം ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് കിട്ടാൻ. EMI ആണല്ലേ? ആ ചെറിയ EMI. देखो ऑस्टिन, इन कनाडा सब छोटा छोटा EMI, लेकिन बड़ा बड़ा टेंशन
ഏനാ റോയ്? അപ്പം നല്ല അസല് ബായ് തന്നെ. റോയ് ഭായ്, ഈ ചെക്കന് ഇതുവരെയും തന്ത വൈബിലോട്ട് ഇങ്ങ് എത്തിയിട്ടില്ല കേട്ടാ. എടാ മോനെ, നല്ല കൂട്ടുകെട്ടിലൊന്നും പോയി പെട്ടേക്കല്ലേട്ടാ. അതെ, അത് പറഞ്ഞപ്പോഴാ മോനെ, വൈകിട്ടെന്താ പരിപാടി? എന്താ ചേട്ടാ ഈ പരിപാടി? ഓസ്റ്റിനെ എടാ ചെക്ക, നീയും വായോ. വൈകിട്ട് ഞങ്ങൾ തീയൊക്കെ ഇട്ട് ചിക്കനൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് 2 അടിച്ച് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയക്കോടെ കിട്ടുന്ന ഫീലുണ്ടല്ലോ മോനെ. അപ്പം ഇന്ന് എവിടെയോ കൂടുന്നേ? അവിടെയോ അത് ഇവിടെയോ? ആ, ഇവിടെ ആയിക്കോട്ടെ. ഇന്ന് എൻ്റെ ചെലവ്. ദൈവമായിട്ടാ ചേട്ടായി എന്നെ നിങ്ങളുടെ അടുത്ത് എത്തിച്ചത്. അത് നീ പറയാൻ വരട്ടെ, സമയമായിട്ടില്ല കേട്ടോ. എടാ ഞാൻ പോട്ടെ, ഞാൻ ലേറ്റ് ആവുന്നു. ടിക്കെ റോയ്. എടാ ചെക്ക, നിങ്ങടെ ഒന്നേ, നിനക്ക് പാർട്ട് ടൈം ജോബൊക്കെ ആയോട് കൂട്ടാ. ജോബ് വേണേലും ഈ ജോബി ബായോട് പറഞ്ഞാൽ മതിടാ, എല്ലാം ശരിയാക്കി തരാം. ഒരാൾ മണൽപ്പുറത്ത് വീട് പണിതു, മറ്റേയാൾ പാറപ്പുറത്ത് വീട് പണിതു. 2 വീടുകളുടെയും മേലും ഒരേ തരത്തിൽ ഉള്ള ഒരു അറ്റാക്കാണ് ഉണ്ടായത്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 25-ാം വാക്യത്തിലും 27-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് എന്തായി? ഒരു വീട് നിന്നു, മറ്റേ വീട് വീണുപോയി. അതായത് നമുക്കൊക്കെ ഈ ഭൂമിയിലുണ്ടാകാവുന്ന സഹനങ്ങളും വെല്ലുവിളികളുമൊക്കെ ഒരേപോലൊക്കെ തന്നെ ആണ്. എല്ലാവർക്കും വരുന്നത് ഒരേ രോഗങ്ങൾ തന്നെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ. കുടുംബകലഹം, തെറ്റിദ്ധാരണ, ഒറ്റപ്പെടുത്തൽ ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ചിലർ നിൽക്കുന്നു, ചിലർ വീഴുന്നു. എന്താണ് കാര്യം? ദൈവത്തിൽ ജീവിതം പണിതവർ, വചനത്തിൽ ജീവിതം പണിതവർ നിൽക്കും, അല്ലാത്തവർ വീഴും. കോവിഡ് ഇതായിരിക്കും ചെക്കനില്ലേ, അവനൊരു ഡോക്ടറാണെന്ന് തോന്നുന്നു. വാൾമാർട്ടിൽ അവൻ വെള്ള കോട്ടിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എടാ, അവൻ്റെ കയ്യിൽ ചിക്കനോ ബീഫോ പോർക്കോ അങ്ങനെ എന്തെങ്കിലും നീ കണ്ടായിരുന്നോ? ആ ചേട്ടായിക്ക് എങ്ങനെ മനസ്സിലായി? എടാ പൊട്ടൻ ചെക്ക, അവൻ അവിടുത്തെ മീറ്റ് സെക്ഷനിലാടാ വർക്ക് ചെയ്യുന്നേ. അതവരുടെ യൂണിഫോമാ. പാവം, വെറുതെ തെറ്റിദ്ധരിച്ചു. ഈ അച്ഛനിത് എന്തിട്ട് കാണിക്കണേ? എല്ലാ ഞായറാഴ്ചയും പറഞ്ഞു തന്നെ റിപ്പീറ്റ് അടിച്ച് പെട്ടെന്ന് പറഞ്ഞു തീർത്തിരുന്നേൽ പിന്നെ ഉണ്ടായിരുന്നു. ഇത് വലിച്ചു നീട്ടി മനുഷ്യന്റെ സമയം മെനക്കെടുത്താനായിട്ട് എനിക്കാണെങ്കിൽ പോയിട്ട് 100 കാര്യങ്ങളുണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രസംഗം പിന്നെ സഹിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് സിൻസൻ ചേട്ടായിൻ്റെ ഒരു അറിയിപ്പുണ്ട്. ഹോ, മൈക്ക് കിട്ടിയ വിടൂലെന്നേ. ഹോ, ഭാഗ്യം, കഴിഞ്ഞു. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. Please revive me. Help! Help! ഡാ, ആ കുന്ത്രാണ്ട് ഓഫാക്കി വെച്ചിട്ട് എന്തെങ്കിലും വന്നെടുത്ത് കഴിച്ചേ. Yeah, mommy. 2 minutes. 2 minutes അല്ല, 2 hours ആയാലും നീ അവിടെ നിന്ന് എണീക്കില്ല. Mom, please. ഇതൊരു ടൂർണമെന്റ് ആണ്. Let me concentrate. അവൻ്റെ ഒരു ടൂർണമെന്റ്. വല്ലാത്തൊരു ദിവസം തന്നെ. എല്ലാ സ്റ്റോക്സും താഴോട്ടാണല്ലോ കർത്താവേ. എൻ്റെ പൊന്നടി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വ്യൂസും ഇല്ല, ലൈക്കും ഇല്ല, യൂട്യൂബിലാണെങ്കിൽ റവന്യൂവും കിട്ടിയില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല, ജീവിക്കാൻ പോലും തോന്നുന്നില്ല. ഞാൻ മടുത്തു. നിനക്കിത് എന്താ പറ്റിയേ? എടി, ഞാൻ വിളിക്കാം. കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ലെന്ന് മമ്മി പറഞ്ഞല്ലോ. എന്നെ ഒന്ന് വെറുതെ വിടുവോ? അപ്പാ, we need to upgrade our Wi-Fi connection. It's really urgent. ഇവന് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നോണ്ട് എൻ്റെ ഫോണിൽ ഒന്നും ലോഡ് ആവുന്നില്ല. അതാണോ നിന്റെ പ്രോബ്ലം? അവളുടെ ഒരു വൈഫൈ. നിന്റെ ഈ വീക്കിലെ ലോണ്ടറി നീ ചെയ്തോടി? ഓ, ഒന്ന് പോകുന്നുണ്ടോ? ഓ, ഇത് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്നോടൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ പാൻസിന്റെ പോക്കറ്റൊക്കെ എംപ്റ്റി ചെയ്യണമെന്ന്. ബ്രോ, ഐ തിങ്ക് ദേ ഗോട്ട് ഇറ്റ്. അതവിടെ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അയ്യോ, ചത്തി. ഹാ, മമ്മി, കാൻ't you see? I am trapped here.
സിർലെ എന്താടാ ഇത്? നീ എന്നോട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയേ? ഇത് ഇത്രയ്ക്ക് സീനാക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ഇപ്പൊ നോർമൽ അല്ലേ? നോർമലോ? ഇതാണോ നോർമല്? ഇതോ? നിനക്ക് എവിടെ നിന്നാടാ ഇതൊക്കെ കിട്ടുന്നേ? മമ്മി വെറുതെ കളിക്കല്ലേ, അതിങ്ങി തന്നെ തരാനാ പറഞ്ഞത്. ഇച്ചായി ഇതൊന്നും നോക്കിയേ, അവന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാ. എന്താ നോക്കിയത്? ആ എന്റെ കൈ. നീ എന്താണ് ഈ കാണിച്ചേ? അപ്പ ഇതിലവിടെ അയ്യോ മമ്മ, തൊട്ട് പോരുത് തന്നെ. 2 മക്കളെ വളർത്തി വലുതാക്കിയിട്ട് 2നെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരത്തിനുമില്ല. മടുത്തു എനിക്ക് ഈ ജീവിതം. എനിക്ക് മടുത്തൊരു ജീവിതം. ആരും എന്നെ കേൾക്കാനോ പറയാനോ ഒന്നുമില്ല. എന്റെ ഫീലിങ്സ് ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഇരുന്നിട്ടുണ്ടോ? എന്നെ കേട്ടിട്ടുണ്ടോ? എപ്പോഴും എന്നെ കുറ്റം പറയാൻ മാത്രമല്ലേ വന്നോണ്ടിരുന്നത്. ഒരു സമാധാനം സന്തോഷം ഇല്ലാത്തൊരു കുടുംബം. എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ഫാമിലി? എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. വീണ്ടും മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. പപ്പ, ഇന്നത്തെ സ്റ്റോറി പറ. ഇന്ന് നമുക്കൊരു ബൈബിൾ സ്റ്റോറി ആയാലോ? ഓക്കെ പപ്പ. ഇന്ന് ജോബിൻ്റെ സ്റ്റോറി പറഞ്ഞുതരാം. പണ്ട് ജോബ് എന്നൊരാൾ ജീവിച്ചിരുന്നു. അയാൾ നിഷ്കളങ്കലും നേരുള്ളവനും ദൈവഭക്തനും ആയിരുന്നു. പക്ഷേ ജോബിന് ഒരുപാട് പ്രോബ്ലംസ് വന്നു. അവനെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാവരും ചോദിച്ചു, എന്തുകൊണ്ടാണ് ജോബിന് ഇങ്ങനെ സംഭവിച്ചത്? അവൻ ദൈവത്തോട് ചേർന്നിരുന്നവനല്ലേ? പക്ഷെ പ്രോബ്ലംസ് വന്നപ്പോഴും ജോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു. പപ്പ, അപ്പോൾ എല്ലാ ആൾക്കാർക്ക് പ്രോബ്ലംസ് വരുമോ? ആ, വരും മോളെ. ബൈബിൾ പറയുന്നത് നല്ല ആളുകൾക്ക് പ്രോബ്ലംസ് വരില്ല എന്നല്ല. ദൈവം നമ്മളെ ഉപേക്ഷിക്കില്ല. ദൈവത്തിൻ്റെ വഴികൾ കുറച്ച് മിസ്റ്റീരിയസ് ആണ്. വി ഷുഡ് ട്രസ്റ്റ് ഹിം. ഹി ഹാസ് ഹിസ് റീസൺസ്. യെസ്, ഓക്കെ, I'll discuss this with my husband and get back to you. ഡോക്ടറായിരുന്നു. എന്താ റാണി, ഡോക്ടർ എന്ത് പറഞ്ഞു? ടെസ്റ്റ് പോസിറ്റീവ് ആണ്. Are you okay, Mama? മമ്മ ഓക്കെ അല്ലേ? മമ്മ കരയുവാണോ? മമ്മ കരഞ്ഞതല്ല മോളെ, കുറച്ച് ടയേർഡാണ്. അല്ല, സംതിങ് ഹാപ്പൻഡ്. പപ്പയൊന്നും മിണ്ടുന്നില്ലല്ലോ. മോനെ, മമ്മയ്ക്കൊരു അസുഖം ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. മമ്മയ്ക്ക് പനിയാണോ? ബിഗർ ദാൻ ഫീവർ. ഡോക്ടർ മെഡിസിൻ തരില്ലേ? തരും. മമ്മയെ ഡോക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യും, പപ്പ ഹെൽപ്പ് ചെയ്യും, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യണം. മമ്മ ഹോസ്പിറ്റലിൽ പോവോ? കുറച്ച് ഡേയ്സ് പോകേണ്ടി വരും. മമ്മയ്ക്ക് പേടിയുണ്ടോ? എൻ്റെ കൂടെ ഈശോ ഇല്ലേ, നിങ്ങളെല്ലാവരും ഇല്ലേ, അതുകൊണ്ട് മമ്മ ബ്രേവ് ആയിരിക്കും. എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. വർണ്ണാഭമായ ശരത്കാലവും കടന്ന് കാനഡ വെള്ള പൊതിച്ചു. ഹലോ ജോർജ്, എന്തൊക്കെയുണ്ട് ഇപ്പോൾ വിശേഷം? റാണിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ട്രീറ്റ്മെൻറ്റ് കുറച്ച് ടഫാ, ബട്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഷീസ് ഫൈറ്റിംഗ് വെൽ. അതൊക്കെ പോട്ടെ. അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എൻ്റെ വീട്ടിലെല്ലാം ഓക്കെ. പക്ഷേ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. സിറിലും സ്രായും ഞാനുള്ളപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറേ ഇല്ല. റിൻസി ആണെങ്കിൽ ഇപ്പോൾ എന്നോടൊന്നും മിണ്ടാറുമില്ല. ഒരേ വീട്ടിൽ സ്ട്രേഞ്ചേഴ്സിനെ പോലെ. നിങ്ങളുടെ വീട്ടിൽ ഒരു കൊടുങ്കാറ്റടിച്ചു, പക്ഷേ നിങ്ങളെല്ലാവരും ചേർന്ന് അതിനെ ഫേസ് ചെയ്തു. നിങ്ങളെക്കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു? ഞങ്ങളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു.
കുട്ടികളെയും അങ്ങനെ തന്നെ ശീലിപ്പിച്ചു. I think I built everything fast, but not strong. ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു റീബിൽഡ്. ഇതല്ല റോയി നിങ്ങളുടെ ക്ലൈമാക്സ്. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരാതിരിക്കില്ല. ചില ഭവനങ്ങൾ പുറത്തുനിന്ന് ശക്തമായി തോന്നിയേക്കാം, പക്ഷെ അകത്ത് തകർച്ചയുടെ വക്കിലായിരിക്കും. മറ്റു ചില ഭവനങ്ങൾ വലിയ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും പതറാതെ ഒന്നിച്ചു നിൽക്കും. കാരണം ഒരു ഭവനത്തെ നിലനിർത്തുന്നത് അതിൻ്റെ പുറമേയുള്ള ഭംഗിയല്ല, അടിസ്ഥാനമാണ്. വീഴ്ചകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാതിരിക്കാൻ നമുക്കും നമ്മുടെ ഭവനങ്ങൾ ദൈവത്തോട് ചേർന്ന് പണിതുയർത്താം.